സൂറത്തുൽ മുദ്ദസ്സിർ മക്കയിൽ അവതരിച്ചത് വചനങ്ങൾ 56. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറാ മലയിലെ ഗുഹയിൽ വെച്ച് ഒന്നാമതായി ലഭിച്ച വഹി സൂറത്തുൽ അലഖിലെ ആദ്യ വചനങ്ങൾ ആയിരുന്നു. അതിനുശേഷം കുറച്ചു കാലത്തേക്ക് വഹി ലഭിക്കാതിരിക്കുകയുണ്ടായി. അതുനിമിത്തം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ പരിഭ്രമത്തിലും വ്യസനത്തിലുമായി. പിന്നീട് ആദ്യമായി അവതരിപ്പിച്ച അധ്യായം ഈ യാ അയ്യുഹൽ മുദ്ദസ്സിർ അധ്യായമായിരുന്നുവെന്നാണ് ഭൂരിപക്ഷം ഖുർആൻ വ്യാഖ്യാതാക്കളും സ്ഥിരപ്പെടുത്തിയിട്ടുള്ളത്. ഇമാം ബുഖാരിയും മുസ്ലിമും റളിയല്ലാഹു അൻഹു അബൂ സലമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഒരു ഹദീസിൽ ഒന്നാമത്തെ വഹിയിനു ശേഷം പിന്നീട് വഹി വരുവാൻ താമസിച്ച സംഭവം തിരുമേനി പറഞ്ഞു കേട്ടതായി ജാബിർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് വിവരിച്ചു കൊടുത്തിരിക്കുന്നു. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പ്രസ്താവിച്ചിരിക്കുന്നത് കാണാം. അങ്ങനെ ഞാൻ നടന്നുകൊണ്ടിരിക്കെ ആകാശത്ത് നിന്നൊരു ശബ്ദം കേട്ടു. ഞാൻ ആകാശത്തിൻ്റെ നേർക്ക് കണ്ണുപൊക്കി. അപ്പോഴതാ ഹിറാ മലയിൽ വെച്ച് എൻ്റെ അടുക്കൽ വന്നിരുന്ന ആ മലക്ക് ആകാശത്തിനും ഭൂമിക്കുമിടയിൽ ഒരു പീഠത്തിൽ മേൽ ഇരിക്കുന്നു. ഞാനത് നിമിത്തം പേടിച്ച് വിറച്ച് നിലത്തേക്ക് വീഴാറായി. അങ്ങനെ വീട്ടുകാരുടെ അടുക്കൽ വന്ന് വസ്ത്രമിട്ട് മൂടിത്തരുവിൻ, പുതച്ചു തരുവിൻ, സമ്മിലൂനി എന്ന് പറഞ്ഞു. അവർ എനിക്ക് പുതച്ചു തന്നു. ആ അവസരത്തിൽ യാ അയ്യുഹൽ മുദ്ദസ്സിർ മുതൽ ഫഹ്ജുർ വരെയുള്ള വചനങ്ങൾ അവതരിച്ചു. പിന്നീട് വഹി ചൂടുപിടിക്കുകയും തുടർന്നു കൊണ്ടിരിക്കുകയും ചെയ്തു.